നമസ്കാരം. ലേറ്റ് എഡിഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിത് സി കണ്ണൻ. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയക്കിടെ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ 2 പേർക്ക് സസ്പെൻഷൻ. ഡോക്ടർ ഷാഹിദ ജെ, നഴ്സിംഗ് ഓഫീസർ ധന്യ PS എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. വീഴ്ചയിൽ ഡോക്ടേഴ്സിന് കൈകഴുകാൻ കഴിയില്ലെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നുമാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് നേരത്തെ പ്രതികരിച്ചത്. ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ഷാഹിദ ജെ, നഴ്സിംഗ് ഓഫീസർ ധന്യ PS എന്നിവരെയാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ പ്രാഥമിക റിപ്പോർട്ടിന് പിന്നാലെ സസ്പെൻഡ് ചെയ്തത്. ഉഷയ്ക്ക് സർജറി നടത്തിയത് ഡോക്ടർ ഷാഹിദയെന്നും അന്ന് യൂണിറ്റ് ചുമതലയിലുണ്ടായിരുന്നത് ഡോക്ടർ ലളിതാംബികയായിരുന്നുവെന്നും മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചിരുന്നു. എന്നാൽ ശസ്ത്രക്രിയ നടത്തിയത് ഓർമ്മയില്ലെന്നായിരുന്നു ഇരുവരുടെയും പ്രതികരണം. ശരിക്കും ഞാൻ ലളിതാംബിക മാഡത്തിന്റെ കീഴിലാണ് വർക്ക് ചെയ്തത്. അപ്പൊ മാഡത്തിന്റെ കേസൊക്കെ നമ്മളാണ് ചെയ്യുന്നത്. അസിസ്റ്റൻസ് ചെയ്താലും നമ്മളെ പേരാണ് എഴുതുന്നത്. കൃത്യമായിട്ട് ഇത് ഓർമ്മയില്ല ശരിക്കും പറഞ്ഞാൽ. അല്ല, ഞാനല്ല ചെയ്തത്. അല്ലാന്ന് 100% എനിക്കറിയാം. ഞാനല്ലാന്ന് ഞാൻ റിട്ടയർ ചെയ്യുന്നതിന് തൊട്ട് മുന്നെയാണ്. അതുകൊണ്ട് വലിയ കേസുകളൊന്നും ഞാനന്ന് ചെയ്തിട്ടില്ല. വീഴ്ചയിൽ ഡോക്ടേഴ്സിന് കൈകഴുകാൻ കഴിയില്ലെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രതികരിച്ചു. അതേസമയം ശസ്ത്രക്രിയയിൽ വീഴ്ച സമ്മതിക്കുന്നുണ്ടെങ്കിലും ആൾക്ഷാമം ഉൾപ്പെടെ പരിമിതികൾ ചൂണ്ടിക്കാട്ടുകയാണ് വണ്ടാനം മെഡിക്കൽ കോളേജ് അധികൃതർ. ശസ്ത്രക്രിയാ പിഴവ് അന്വേഷിക്കുന്ന വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് പോലീസിന് കൈമാറും. 24 ആലപ്പുഴ. വണ്ടാനം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയക്കിടെ കത്രിക വയറ്റിൽ കുടുങ്ങിയ ഉഷ ജോസഫിന്റെ ശസ്ത്രക്രിയ നാളെ നടക്കും. ഇന്ന് ചേർന്ന മെഡിക്കൽ ബോർഡ് യോഗത്തിലാണ് നാളെ ശസ്ത്രക്രിയ നടത്താൻ തീരുമാനിച്ചത്. CT സ്കാനിൽ കത്രിക ഏത് ഭാഗത്താണെന്ന് കണ്ടെത്തിയിരുന്നു. ഇന്നലെ കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഉഷ ജോസഫിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് അധികൃതർ അറിയിച്ചു. ഗ്യാസ്ട്രോ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച ഉഷ നിലവിൽ നിരീക്ഷണത്തിൽ തുടരുകയാണ്. മലപ്പുറം ആദവനാട് ക്വാറിയിലേക്ക് മിനി ലോറി മറിഞ്ഞുണ്ടായ അപകടത്തിൽ രക്ഷാപ്രവർത്തനം വിഫലം. ലോറിയിൽ കുടുങ്ങിയ സെയിൽസ്മാൻ മുസ്തഫയുടെ ജീവൻ രക്ഷിക്കാനായില്ല. അപകടമുണ്ടായി 7 മണിക്കൂറിന് ശേഷമാണ് മൃതദേഹം പുറത്തെടുത്തത്. മലയിൽ ഫുഡ് പ്രൊഡക്ട്സ് സെയിൽസ്മാൻ ആയിരുന്നു മുസ്തഫ. കാത്തിരിപ്പുകൾക്കും പ്രതീക്ഷകൾക്കും വിട നൽകി ഏറെ ശ്രമകരമായ ദൗത്യത്തിനൊടുവിൽ ലോറിയിലുണ്ടായിരുന്ന മുസ്തഫയുടെ മൃതദേഹം പുറത്തെടുത്തു. ക്യാബിൻ വെട്ടിപ്പൊളിച്ചാണ് മൃതദേഹം പുറത്തെടുത്തത്. ലോറി ഉയർത്താനുള്ള 4 ശ്രമങ്ങൾ പരാജയപ്പെട്ട ശേഷം 5ാം ശ്രമത്തിലാണ് ഉയർത്താനായത്. ഫയർഫോഴ്സും സ്കൂബ ഡൈവിംഗ് സംഘവും സംയുക്തമായി നടത്തിയ ദൗത്യത്തിനൊടുവിലാണ് ലോറി വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്തത്. ലോറിയുടെ ക്യാബിൻ പൂർണ്ണമായും തകർന്നിരുന്നു. ഹൈഡ്രോളിക് കട്ടറുകൾ ഉപയോഗിച്ച് ലോറിയുടെ ക്യാബിൻ പൊളിച്ചാണ് മുസ്തഫയുടെ മൃതദേഹം പുറത്തെടുത്തത്. ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലുള്ള ഒരു കോറിയാണ്. ഈ കോറി ഉള്ളത് തന്നെ ഇവിടുത്തെ നാട്ടുകാർക്ക് തന്നെ സമീപവാസികൾക്ക് മാത്രമേ അറിയുള്ളൂ. പക്ഷേ ഇത് ഇപ്പുറത്തുള്ള ഒരു കോറിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ബ്രേക്ക് ഡൗൺ ആയ ഒരു ലോറി ഡ്രൈവർ അങ്ങോട്ട് എടുത്തതാണ്. പക്ഷെ അവിടെ ഒരു ഉയരമുള്ളൊരു ഭാഗം കണ്ടപ്പോൾ അങ്ങോട്ട് അതും കവിഞ്ഞ് ലോറി വെള്ളത്തിലേക്ക് പോയി എന്നുള്ളതാണ് ഈ ദുരന്തത്തിന്റെ ഒരു കാരണം. ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു ആദവനാട് ഊരോത്തുംപള്ളിയാലിൽ 65 അടി താഴ്ചയിലുള്ള വെള്ളക്കെട്ടിലേക്ക് മിനി ലോറി മറിഞ്ഞത്. ബ്രേക്ക് പോയി നിയന്ത്രണം നഷ്ടമായാണ് ലോറി ക്വാറിയിലേക്ക് വീണതെന്നാണ് പ്രാഥമിക നിഗമനം. അപകടത്തിനു പിന്നാലെ ലോറിയിലുണ്ടായിരുന്ന ഡ്രൈവർ ജാഫറിനെ നാട്ടുകാർ രക്ഷപ്പെടുത്തിയിരുന്നു. ലോറി വീണതിനു പിന്നാലെ ഇയാൾ പുറത്തേക്ക് ചാടുകയായിരുന്നു. 24 മലപ്പുറം. തീരുവ നടപടികളിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വൻ തിരിച്ചടി. ട്രംപ് പ്രഖ്യാപിച്ച തീരുവ നിയമപരമായി നിലനിൽക്കില്ലെന്ന് US സുപ്രീം കോടതി വിധിച്ചു. തോന്നിയതുപോലെ തീരുവ ചുമത്താൻ അമേരിക്കൻ പ്രസിഡന്റിന് അധികാരമില്ല. ഇന്റർനാഷണൽ എമർജൻസി ഇക്കണോമിക് പവേഴ്സ് ആക്ട് ദുരുപയോഗം ചെയ്തതാണ് ട്രംപിന്റെ നടപടിയെന്നും അമേരിക്കൻ സുപ്രീം കോടതി വിധിച്ചു. ട്രംപിന്റെ നടപടി നിയമത്തിന്റെ പരിധി ലംഘിച്ചുള്ളതാണെന്നും കോടതി വിധിയിൽ പറയുന്നു. ഭരണഘടനാ പ്രകാരം തീരുവ ചുമത്തുന്നതിന് മുമ്പ് പ്രസിഡന്റ് അമേരിക്കൻ കോൺഗ്രസിന്റെ അംഗീകാരം നേടിയിരിക്കണം എന്നും കോടതി വ്യക്തമാക്കി. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. വോട്ടുത്സവം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം പൂർത്തിയാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. കരട് വോട്ടർ പട്ടികയിൽ നിന്ന് 1,00,000-ലേറെ പേരാണ് പുറത്താവുക. 2.69 കോടി വോട്ടേഴ്സാണ് അന്തിമ പട്ടികയിൽ ഇടം നേടിയത്. ഡിസംബറിൽ പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിൽ 24 ലക്ഷം പേർ പുറത്തായിരുന്നു. മരിച്ചവർ, വിദേശ പൗരത്വം സ്വീകരിച്ചവർ ഉൾപ്പെടെ 53,229 പേർ കൂടി ഹിയറിംഗിനു ശേഷം വോട്ടർ പട്ടികയിൽ നിന്നൊഴിവായി.
കൂടാതെ കരട് പട്ടികയിൽ നിന്ന് 15,11,292 വോട്ടർമാരുടെ വർധനവും കൂടിച്ചേർത്താണ് 2,69,53,644 പേർ അന്തിമ പട്ടികയിൽ ഇടം നേടിയത്. 4,24,518 പുതിയ വോട്ടർമാരും ഇതിൽ ഉൾപ്പെടുന്നു. അന്തിമ വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. അന്തിമ വോട്ടർ പട്ടികയുടെ പ്രസിദ്ധീകരണം നാളെ നടക്കുന്നതായിരിക്കും. അതിനൊപ്പം എല്ലാ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള നാഷണൽ പാർട്ടി, സ്റ്റേറ്റ് പാർട്ടീസിന് വേണ്ടിയിട്ടുള്ള ഫിസിക്കൽ കോപ്പി ഓഫ് ദ ഇലക്ടറൽ റോൾ മണ്ഡലത്തിലും ജില്ലാ തലത്തിലും അത് പൊളിറ്റിക്കൽ പാർട്ടീസിന് നൽകുന്നതായിരിക്കും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക താരതമ്യപ്പെടുത്തിയാൽ 30 ലക്ഷത്തോളം പേരെ SIR-നു ശേഷം വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതായി CPIM പ്രതിനിധി MV ജയരാജൻ ആരോപിച്ചു. നമ്മൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയുടെ കണക്കുമായി താരതമ്യം ചെയ്താൽ ഒരു 30 ലക്ഷത്തിന്റെ വ്യത്യാസം കാണും. അത്രയും വ്യത്യാസം വരാനടിയില്ല. ഒരു കുടുംബത്തിലെ പലരും പല ക്രമ നമ്പറിലാണ് കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളതെന്നും അന്തിമ വോട്ടർ പട്ടികയിൽ പ്രശ്നം പരിഹരിക്കണമെന്നും കോൺഗ്രസ് പ്രതിനിധി PC വിഷ്ണുനാഥ് ആവശ്യപ്പെട്ടു. നാളെ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വീണ്ടും വിളിക്കുമെന്നും ആരോപണങ്ങൾ പരിശോധിക്കുമെന്നും രത്തൻ യു ഖേൽക്കർ മറുപടി നൽകി. 24 തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സര സാധ്യത തള്ളാതെ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾ ഡോക്ടർ മറിയ ഉമ്മൻ പാർട്ടി മത്സരിക്കണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ആലോചിക്കാമെന്നും സ്ഥാനാർത്ഥിയായി തന്റെ പേര് പ്രചരിക്കുന്നതിലെ കാരണം അറിയില്ലെന്നും മറിയ ഉമ്മൻ 24-നോട് പറഞ്ഞു. മത്സരിക്കുമെന്ന് പ്രചരിക്കുന്ന വാർത്തകളിൽ ദുഷ്ടലാക്ക് കാണുന്നില്ലെന്നും 24-ന്റെ ഫോർ ദ പീപ്പിൾ എന്ന അഭിമുഖ പരിപാടിയിൽ മറിയ ഉമ്മൻ വ്യക്തമാക്കി. ചാണ്ടിയെയോ മറ്റു മക്കളെയോ രാഷ്ട്രീയ രംഗത്തേക്ക് കൊണ്ടുവരാൻ ഒരു വഴിവിട്ട നീക്കവും പിതാവ് നടത്തിയിട്ടില്ലെന്നും 3 മക്കളെയും തുല്യരായാണ് ഉമ്മൻചാണ്ടി വളർത്തിയതെന്നും തുറന്നു പറയുകയാണ് ഫോർ ദ പീപ്പിളിൽ ഡോക്ടർ മറിയ ഉമ്മൻ. പാർട്ടി മത്സരിക്കണമെന്നാവശ്യപ്പെട്ടാൽ അപ്പോൾ അക്കാര്യം പറയാം. രാഷ്ട്രീയത്തിനോട് നോ എന്ന് തൽക്കാലം പറയുന്നില്ല. ബിഗ് നോ ടു പൊളിറ്റിക്സ് എന്ന് ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ തൽക്കാലം ഞാൻ അതിനൊരു ഉത്തരം പറയുന്നില്ല. ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ നോക്കുകയാണെങ്കിൽ അപ്പ ഞങ്ങളെ 3 മക്കളെയും ഒരുപോലെയാണ് കൺസിഡർ ചെയ്തിരുന്നത്. വീട്ടിൽ നിന്ന് ഒരാൾ മാത്രമേ രാഷ്ട്രീയ രംഗത്തുണ്ടാകൂ എന്ന് സഹോദരൻ ചാണ്ടി ഉമ്മൻ പറഞ്ഞത് അച്ചടക്കമുള്ള ഒരു കോൺഗ്രസ് പാർട്ടി പ്രവർത്തകനായതുകൊണ്ടാണെന്നും മറിയ ഉമ്മൻ പറയുന്നു. ചാണ്ടി ഒരു അച്ചടക്കമുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ്, MLA ആണ്. പാർട്ടിയാണ് അൾട്ടിമേറ്റ്ലി എല്ലാം തീരുമാനിക്കുന്നത്. അപ്പം ചാണ്ടി അതുകൊണ്ട് പറഞ്ഞതായിരിക്കാം. ഇപ്പൊ പാർട്ടി തീരുമാനിക്കുന്ന അനുസരിച്ച് പ്രവർത്തിക്കും എന്ന് പറഞ്ഞു എന്ന് മാത്രമാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കി. ചെങ്ങന്നൂരും കാഞ്ഞിരപ്പള്ളിയിലും ആറന്മുളയിലും മത്സരരംഗത്ത് തന്റെ പേരുയരുന്നുണ്ട്. എന്നാൽ അത്തരം വാർത്തകളെപ്പറ്റി തനിക്ക് ഒരറിവുമില്ല എന്നും മറിയ വ്യക്തമാക്കി. ഞാനത് അറിഞ്ഞിട്ടേ ഇല്ല. അതെല്ലാം ദുഷ്ടലാക്കോടുകൂടി ചെയ്ത് അത് എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്, പക്ഷെ അതെല്ലാം ദുഷ്ടലാക്കോടുകൂടിയാണോ എന്ന് പറയാൻ എനിക്ക് സാധിക്കത്തില്ല. LDF സർക്കാർ കേരളത്തെ 10 വർഷം പിറകോട്ട് കൊണ്ടുപോയെന്നും നിലവിലെ സാഹചര്യം UDF-ന് പോസിറ്റീവാണെന്നും മറിയ പറയുന്നു. റിസർച്ച് ഡെസ്ക് 24. നിയമസഭാ തെരഞ്ഞെടുപ്പിന് നേതാക്കളുടെ വൻ സംഘത്തെ കേരളത്തിലേക്ക് അയക്കാൻ BJP കേന്ദ്ര നേതൃത്വം. വിവിധ സംസ്ഥാനങ്ങളിലെ ഭാരവാഹികൾ ഉൾപ്പെടെ 160 നേതാക്കളാണ് എത്തുക. 140 നിയമസഭാ മണ്ഡലങ്ങളിലും ഓരോരുത്തർക്ക് വീതം ഏകോപന ചുമതലയുണ്ടാകും. 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ 20 പേർക്ക് പ്രത്യേക ചുമതലയും നൽകും. വമ്പൻ മുന്നേറ്റം പ്രതീക്ഷിക്കുന്ന കേരളത്തിൽ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങാനാണ് BJP ദേശീയ നേതൃത്വത്തിന്റെ ഇലക്ഷൻ പ്ലാൻ. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി 160 അംഗ കേന്ദ്ര സംഘത്തെ ദേശീയ നേതൃത്വം നിയോഗിച്ചു. വിവിധ സംസ്ഥാനങ്ങളിലെ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളാണ് കേരളത്തിലേക്ക് എത്തുന്നത്. 140 നിയമസഭാ മണ്ഡലങ്ങളിലും ഓരോരുത്തർക്ക് വീതം ഏകോപന ചുമതല. 20 പാർലമെന്റ് മണ്ഡലങ്ങളിൽ 20 പേർക്ക് പ്രത്യേക ചുമതല. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ, പ്രചാരണം, സംഘടനാതല ഏകോപനം, ധനകാര്യ മാനേജ്മെന്റ് ഉൾപ്പെടെ നിർവഹിക്കുക ഇവരായിരിക്കും. പാർലമെന്റ് മണ്ഡലങ്ങളിൽ കേരളത്തിലെ മുതിർന്ന നേതാക്കൾക്കാണ് സഹചുമതല. നിയമസഭാ മണ്ഡലങ്ങളിൽ കേരളത്തിലെ സംസ്ഥാന ഭാരവാഹികൾക്കും ഇൻചാർജുമാർക്കും ഉൾപ്പെടെ സഹചുമതല നൽകും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നേറിയ 36 മണ്ഡലങ്ങളിൽ 31 BJPയുടെ A+ മണ്ഡലങ്ങളായാണ് കണക്കാക്കുന്നത്. ഇവിടങ്ങളിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കും. എന്നാൽ 140 നിയമസഭാ മണ്ഡലങ്ങളിലും മികച്ച പ്രകടനം നടത്തണമെന്ന് കേരളത്തിലെത്തിയ ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ സംസ്ഥാന നേതൃത്വത്തോട് നിർദ്ദേശിച്ചിരുന്നു. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം.
LDFിന്റെ മേഖലാ ജാഥകൾക്ക് ആവേശമുണ്ടാക്കാനായില്ലെന്ന് CPI സംസ്ഥാന എക്സിക്യൂട്ടീവിൽ വിമർശനം. മേഖലാ ജാഥകൾ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ലെന്നും 3 ജാഥകളായി നടത്തിയത് ദോഷകരമായെന്നും വിമർശനമുയർന്നു. പ്രധാന നേതാക്കൾ വിവിധ ജാഥകളിലായി വിഘടിച്ചു പോയതുകൊണ്ട് ആവേശം ചോർന്നുപോയെന്നാണ് വിലയിരുത്തൽ. ഒരു സംസ്ഥാന ജാഥ നടത്തിയാൽ മതിയായിരുന്നുവെന്നും CPIയിൽ അഭിപ്രായമുയർന്നു. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്ന് നില മെച്ചപ്പെടുത്താനായെന്നും യോഗം വിലയിരുത്തി. ഡൽഹിയിൽ AI ഉച്ചകോടിക്കിടെ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിനെതിരെ പ്രതിഷേധം. പ്രധാനമന്ത്രിക്കെതിരെ മുദ്രാവാക്യവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എക്സ്പോ നടക്കുന്ന വേദിയിൽ ഷർട്ട് ഊരി പ്രതിഷേധിച്ചു. പ്രകടനത്തിനെതിരെ രൂക്ഷമായ വിമർശനവുമായി BJP രംഗത്തെത്തി. അന്വേഷണത്തിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ഉദയ് ഭാനു ചിബിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പത്തിലധികം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രമുള്ള വെള്ള ഷർട്ട് ധരിച്ച് എക്സ്പോ വേദിയിലേക്ക് ഓടിക്കയറി. ഷർട്ടിൽ പ്രധാനമന്ത്രി കീഴടങ്ങിയെന്ന് എഴുതിയിരുന്നു. PM ഈസ് കോംപ്രമൈസ്ഡ് എന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഷർട്ട് ഊരിയായിരുന്നു യുവാക്കളുടെ പ്രതിഷേധം. 15 മിനിറ്റോളം പ്രതിഷേധം നീണ്ടു. സെക്യൂരിറ്റി ജീവനക്കാർക്ക് പിടികൊടുക്കാതെ പ്രതിഷേധക്കാർ ഭാരത് മണ്ഡപത്തിന് പുറത്തേക്ക് ഓടി. ഇതിനിടയിൽ എക്സ്പോയ്ക്കെത്തിയ ചിലർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചു. വേദിക്ക് പുറത്ത് പ്രതിഷേധക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കി. ദേശീയ കോർഡിനേറ്റർ നരസിംഹ ഉൾപ്പെടെയുള്ളവർ കസ്റ്റഡിയിലുണ്ട്. രാജ്യവിരുദ്ധ പ്രവർത്തനമെന്ന വിമർശനമാണ് പ്രതിഷേധത്തിനെതിരെ ഉയർന്നിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിനെതിരെ തന്നെ പോലീസ് നടപടി ശക്തമാക്കിയേക്കും. പ്രതിഷേധം ഇന്ത്യയെ നാണം കെടുത്തിയ പ്രവൃത്തിയെന്നാണ് BJP വിമർശിച്ചിരിക്കുന്നത്. പ്രതിഷേധത്തിനെതിരെ രാഹുൽ ഗാന്ധിയുടെ വസതിയിലേക്ക് BJP പ്രകടനം നടത്തുകയും രാഹുലിന്റെ കോലം കത്തിക്കുകയും ചെയ്തു. പ്രതിഷേധത്തിന് പിന്നിലെ ഗൂഢാലോചനയാണ് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അറസ്റ്റിലായവർക്ക് പുറമെ യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ഉദയ് ഭാനു ചിബിനെയും ചോദ്യം ചെയ്യുന്നത് തുടരുന്നു. ഡൽഹിയിലെ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നും അർജുൻ പിതാംബരൻ, 24 ഡൽഹി. മുൻ മുഖ്യമന്ത്രിയും DMK മുതിർന്ന നേതാവുമായിരുന്ന O. പന്നീർശെൽവം DMKയിലേക്ക് എന്ന് സൂചന. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനുമായി O. പന്നീർശെൽവം കൂടിക്കാഴ്ച നടത്തി. MK സ്റ്റാലിൻ മുഖ്യമന്ത്രിയായി തുടരുമെന്ന് OPS പറഞ്ഞു. നിർണായക രാഷ്ട്രീയ മാറ്റങ്ങളാണ് തമിഴ്നാട്ടിൽ നടക്കുന്നത്. ബജറ്റ് ചർച്ചകൾക്ക് ശേഷം നിയമസഭ പിരിയുന്ന ദിവസമായിരുന്നു ഇന്ന്. ഉച്ചയോടെ സഭയിൽ MK സ്റ്റാലിനെ പുകഴ്ത്തി OPS പക്ഷ MLA P. അയ്യപ്പൻ രംഗത്തെത്തി. வருகின்ற தேர்தலில் மீண்டும் வெற்றி பெற்று தமிழகத்தின் முதல்வராக நமது மாண்புமிகு தலைவர் MK ஸ்டாலின் அவர்கள் வர வேண்டும் என்று. പിന്നാലെ OPS MK സ്റ്റാലിൻ കൂടിക്കാഴ്ച. ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. DMK സഖ്യം വീണ്ടും അധികാരത്തിൽ വരുമെന്നും MK സ്റ്റാലിൻ മുഖ്യമന്ത്രിയായി തുടരുമെന്നും O. பன்னீர்செல்வம். இன்றைக்கு இருக்கின்ற அரசியல் சூழ்நிலை, கடந்த 5 ஆண்டு கால ஆட்சியினுடைய நிலை, அவர்கள் இந்த நாட்டுக்கு செய்த சாதனைகள் இவையெல்லாம் மக்களுடைய மனதில் ஆழமாக பதிந்திருக்கிறது. மீண்டும் ஆட்சிக்கு வரக்கூடிய வாய்ப்பு திராவிட முன்னேற்ற கழகத்துக்கு இருக்கிறது. പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ശേഷം DMKയിൽ തിരിച്ചെത്താനുള്ള തീവ്ര ശ്രമത്തിലായിരുന്നു OPS. എന്നാൽ എല്ലാ ശ്രമങ്ങൾക്കും AIADMK ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി തടയിട്ടു. സ്വന്തമായി പാർട്ടി പ്രഖ്യാപിക്കാനുള്ള നീക്കവും അതിനിടെ OPS നടത്തി. എന്നാൽ അതും ഉണ്ടായില്ല. ഇതോടെയാണ് സുരക്ഷിത ഇടമെന്ന നിലയിൽ DMKയിലേക്ക് എത്താൻ OPS തീരുമാനിച്ചതെന്നാണ് സൂചന. ഇന്നലെ വിജയകാന്തിന്റെ പാർട്ടിയായ DMDK DMK സഖ്യത്തിന്റെ ഭാഗമായിരുന്നു. 24 ചെന്നൈ. ബാർ സമയം കൂട്ടിയതിൽ പ്രതിപക്ഷ നേതാവിന് മറുപടിയുമായി മന്ത്രി MP രാജേഷ്. ബാർ സമയം കൂട്ടിയതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിന്റെ തീരുമാനം ഇങ്ങോട്ട് അറിയിക്കുകയായിരുന്നു. എല്ലാവർക്കും കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി MP രാജേഷ് പറഞ്ഞു. കത്തിക്കാനുള്ള നല്ല കൊലം തന്റേതാണെന്ന് തോന്നുന്നുവെങ്കിൽ കത്തിക്കട്ടെ എന്നും MP രാജേഷ് പ്രതികരിച്ചു. കാര്യങ്ങളൊക്കെ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. പിന്നെ അവർക്ക് കത്തിക്കാനൊരു കോലം കിട്ടണമെങ്കിൽ ഇരുന്നോട്ടെ, അതിലൊന്നും നമുക്ക് വലിയ ആക്ഷേപമില്ല. അതിനുള്ള മറുപടി ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. മറുപടി ഇന്നലെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായം ഇങ്ങോട്ട് അറിയിക്കുകയാണ് ചെയ്തത്.
സംസ്ഥാനത്തെ പൊള്ളുന്ന ചൂടിന് ആശ്വാസമായി വേനൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും നാളെയും മറ്റന്നാളും ഒറ്റപ്പെട്ട ശക്തമായ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് പ്രവചനം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ മറ്റന്നാൾ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മലയോര മേഖലകളിൽ ഇടിമിന്നലോടുകൂടിയ കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെയും മറ്റന്നാളും മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. ഇൻഡിവുഡ് ഭാഷാ കേസരി പുരസ്കാരം ഗാനരചയിതാവും കവിയും സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പിക്ക്. സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം. മികച്ച കൃതിയായി പ്രഥമ എഴുത്തമ്മ പുരസ്കാരത്തിന് പ്രശസ്ത സാഹിത്യകാരനും ഗാനരചയിതാവുമായ MD രാജേന്ദ്രൻ അർഹനായി. 5,01,000 രൂപയും ഫലകവും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് ഭാഷാ കേസരി എഴുത്തമ്മ പുരസ്കാരങ്ങൾ. സാഹിത്യത്തിന്റെ വ്യത്യസ്തങ്ങളായ 25 മേഖലകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് 10,000 രൂപയും ഫലകവും പ്രശസ്തിപത്രവും അടങ്ങുന്ന പുരസ്കാരങ്ങളും ചടങ്ങിൽ സമർപ്പിക്കും. 1000-ഓളം എൻട്രികളിൽ നിന്നും പ്രശസ്ത സാഹിത്യകാരന്മാരായ മുരുകൻ കാട്ടാക്കട, ആലങ്കോട് ലീലാകൃഷ്ണൻ, റഫീഖ് അഹമ്മദ്, VR സുധീഷ് എന്നിവരടങ്ങിയ ജൂറിയാണ് പുരസ്കാര ജേതാക്കളെ തെരഞ്ഞെടുത്തത്. പുനലൂർ വാളക്കോട് ഏരീസ് കോംപ്ലക്സിൽ വെച്ച് നടക്കുന്ന പുരസ്കാര സമർപ്പണ ചടങ്ങിൽ NK പ്രേമചന്ദ്രൻ MP, PS സുപ്പാൽ MLA, തിരുവിതാംകൂർ രാജകുടുംബാംഗം ആദിത്യവർമ്മ തുടങ്ങിയവർ പങ്കെടുക്കും. മുണ്ടക്കൈ ചൂരൽമല മഹാദുരന്തത്തെ അതിജീവിച്ചവർ പുതിയ വീടുകളിലേക്ക്. ആദ്യഘട്ട ഗുണഭോക്താക്കൾക്കായുള്ള 178 വീടുകളുടെ നറുക്കെടുപ്പ് ഇന്ന് നടന്നു. അഭിമാനത്തോടെയാണ് സർക്കാർ വീടുകൾ കൈമാറുന്നതെന്ന് റവന്യൂ മന്ത്രി K രാജൻ 24-നോട് പറഞ്ഞു. ദുരന്തമുണ്ടായി 2 വർഷമാകും മുൻപേ 327 ഗുണഭോക്താക്കളിൽ 178 പേർക്ക് കാത്തിരുന്ന വീടുകൾ ലഭിക്കുകയാണ്. ഏതൊക്കെ വീടുകൾ ആർക്കൊക്കെ എന്നത് നിശ്ചയിക്കാൻ മേപ്പാടിയിൽ മന്ത്രി OR കേളുവിന്റെ നേതൃത്വത്തിൽ നറുക്കെടുപ്പ് നടത്തി. മഴക്കാലം എത്തും മുൻപേ മറ്റുള്ളവർക്ക് കൂടി വീടുറപ്പാക്കുക എന്ന ലക്ഷ്യവും സർക്കാരിന് മുന്നിലുണ്ട്. ഒറ്റ രാത്രിയിൽ വീടൊലിച്ചുപോയ സങ്കടം ഉള്ളിൽ പേറുന്നവർക്ക് ഇപ്പോൾ കൈത്താങ്ങിന്റെ ആശ്വാസം. വീട് നമുക്കിപ്പോൾ പെട്ടെന്ന് ആവും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. വേഗം കുറച്ച് ഡിലേ വന്നെങ്കിലും നമുക്കിപ്പോൾ വീടൊക്കെ കിട്ടുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പെട്ടെന്നൊക്കെ കൂടെ ആയിട്ട് നമുക്കൊന്ന് പെട്ടെന്ന് വീട്ടിലേക്ക് താമസം മാറണം എന്നുള്ളൊരു ഇതുണ്ട്. ഇത്രയധികം പെട്ടെന്ന് ഞങ്ങൾക്ക് ഈ വീടിന്റെ താക്കോൽദാനം നടക്കുന്നുള്ള ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. ദുരന്തബാധിതർക്കായി തൃക്കൈപ്പറ്റയിൽ മുസ്ലിം ലീഗ് നിർമ്മിക്കുന്ന വീടുകളുടെ പ്രവർത്തനങ്ങളും പുരോഗമിക്കുന്നു. 8 സെന്റിൽ 1060 ചതുരശ്ര അടിയിൽ ഒരുങ്ങുന്ന വീടുകൾ അവസാനവട്ട മിനുക്കുപണികളിലാണ്. കുന്നമ്പറ്റയിൽ കോൺഗ്രസ് ഏറ്റെടുത്ത സ്ഥലത്ത് തറക്കല്ലിടലിന് മുന്നോടിയായുള്ള പ്രവർത്തനങ്ങളും നടക്കുന്നു. 24 വയനാട്. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം ഏകപക്ഷീയമായി പിരിച്ചുവിട്ട് വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ. ഭക്ഷണത്തിന് പിരിഞ്ഞ ശേഷം യോഗം ചേർന്നില്ല. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ തിരികെ എത്തിയപ്പോഴേക്കും യോഗം പിരിച്ചുവിട്ട് വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ സർവകലാശാല വിട്ടു. ഇടതംഗങ്ങൾ രജിസ്റ്ററിൽ ഒപ്പിടാത്തതിനാൽ ക്വാറം തികയാത്തതിനാൽ യോഗം ചേരാനായില്ലെന്നാണ് വിശദീകരണം. രജിസ്ട്രാറെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പ്രതിഷേധിച്ചതിനാലാണ് യോഗം ചേരാൻ കഴിയാത്തതെന്ന് BJP അനുകൂല സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആരോപിച്ചു. ശബരിമല യുവതീ പ്രവേശന കാലത്തെ വിവാദ നടപടിയിൽ വെളിപ്പെടുത്തലുമായി BJP നേതാവ് PS ശ്രീധരൻപിള്ള. ആചാരലംഘനം ഉണ്ടായാൽ നടയടച്ചിടാനും ശുദ്ധികലശം നടത്താനും തന്ത്രിയോട് പറഞ്ഞത് താനാണെന്ന് ശ്രീധരൻപിള്ള പുതിയ പുസ്തകത്തിൽ പറയുന്നു. ചെങ്ങന്നൂരിലെത്തി തന്ത്രി കണ്ഠരര് രാജീവരെ കണ്ട ശ്രീധരൻപിള്ള ശബരിമല സമരവും സുവർണാവസര വിധിയും എന്ന പുസ്തകവും കൈമാറി. തെളിവിൻ്റെ കണിക പോലുമില്ല എന്ന് ബന്ധപ്പെട്ട കോടതി എല്ലാ ഫയലുകളും പരിശോധിച്ച ശേഷം 90-89 പേജോളം ഉള്ള ജഡ്ജ് പറഞ്ഞിരിക്കുകയാണ്. 41 ദിവസം ഇതുപോലൊരാളെ പിടിച്ച് ജയിലിലിടാനുള്ള സാഹചര്യം അത് ഇപ്പോൾ പൊടുന്നനവേ ഉണ്ടായതല്ല. കുറച്ച് കാലങ്ങളായി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം സ്വീകരിച്ചു വരുന്ന സമീപനത്തിൻ്റെ ഫലമാണ് എന്നാണ് എനിക്ക് അടിവരയിട്ട് ഇതിൽ പറയാനായിട്ടുള്ളത്. ശബരിമലയിലെ യുവതീ പ്രവേശന നീക്കം തടഞ്ഞതിലുള്ള പ്രതികാരമാണ് തന്റെ അറസ്റ്റിന് കാരണമെന്ന ഗുരുതര ആരോപണവുമായി തന്ത്രി കണ്ഠരര് രാജീവര്. കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകിയ ജാമ്യ ഹർജിയിലാണ് ഈ ആരോപണം. എന്നാൽ ശബരിമലയിലെ എല്ലാത്തിന്റെയും അവസാന വാക്ക് തന്ത്രിയാണെന്നും തന്ത്രിക്കെതിരെ സാക്ഷിമൊഴികളുണ്ടെന്നുമാണ് SITയുടെ വാദം.
ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തന്ത്രി കണ്ഠര് രാജീവരർക്ക് ജാമ്യം ലഭിച്ചതിൽ SITക്കുണ്ടായത് വലിയ വീഴ്ച. തന്റെ അറസ്റ്റിനു പിന്നിൽ പ്രതികാരമെന്നായിരുന്നു കോടതിയിൽ തന്ത്രിയുടെ വാദം. ശബരിമലയിൽ യുവതീ പ്രവേശന നീക്കം തടഞ്ഞതും ക്ഷേത്രം എല്ലാ ദിവസവും തുറക്കാനുള്ള സർക്കാർ നീക്കം തടഞ്ഞതുമാണ് പ്രതികാര കാരണം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ടെന്ന് സ്ഥാപിച്ചതിലും ദുരുദ്ദേശമെന്നും തന്ത്രി വാദമുയർത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുക്കൾ ശബരിമലയിൽ ജോലി ചെയ്തിരുന്നത് SIT മറച്ചുവെച്ചുവെന്നും ഗുരുതരാരോപണം. എന്നാൽ ശബരിമലയിലെ എല്ലാത്തിന്റെയും അവസാന വാക്ക് തന്ത്രി എന്നായിരുന്നു SIT കോടതിയിൽ ഉന്നയിച്ച വാദം. സ്വർണ്ണപ്പാളി കടത്തുന്നതിൽ മറ്റു പ്രതികളുമായി ഗൂഢാലോചന നടത്തി. സാക്ഷിമൊഴികളുണ്ടെന്നും SIT വാദം. കൊള്ളയിൽ തന്ത്രിയുടെ പങ്ക് SITക്ക് തെളിയിക്കാനായില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. പ്രോസിക്യൂഷന്റെ ദുർബലമായ വാദങ്ങളാണ് തന്ത്രിക്ക് ജാമ്യം ലഭിക്കാൻ കാരണമായത്. അതേസമയം ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന് കട്ടിളപ്പാളി കേസിൽ കൊല്ലം വിജിലൻസ് കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. ദ്വാരപാലക ശില്പക്കേസിൽ റിമാൻഡ് തുടരുന്നതിനാൽ ജയിൽ മോചിതനാവാൻ കഴിയില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഉയരുന്ന ആരോപണങ്ങൾക്കെതിരെ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S. ജയശ്രീ സുപ്രീം കോടതിയിൽ പുതിയ സത്യവാങ്മൂലം ഫയൽ ചെയ്തു. കേസിൽ S. ജയശ്രീക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചു. ആരോഗ്യ കാരണങ്ങൾ പരിഗണിച്ചാണ് സുപ്രീം കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത്. 24 കൊല്ലം. തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവത്തിന് പിന്നാലെ കുഞ്ഞു മരിച്ച സംഭവത്തിൽ വൈകാരിക പ്രതികരണവുമായി കുടുംബം. കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ കൂടുതൽ കൈക്കൂലി കൊടുക്കണമായിരുന്നോ എന്ന് കുടുംബം ചോദിച്ചു. അതേസമയം പ്രതിഷേധക്കാർ ആശുപത്രി സൂപ്രണ്ടിനെ മർദ്ദിച്ചു എന്നാരോപിച്ച് സർക്കാർ ഡോക്ടേഴ്സിന്റെ സംഘടന KGMOയെ ആശുപത്രിയിൽ OP ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ചു. അവരെ പിഴവ് കൊണ്ട് തന്നെയാണ് ഈ കുഞ്ഞിനെ കൊന്നതാണ് അവർ. എന്നിട്ട് ഇവർ ഓടി ഇറങ്ങി ഇങ്ങോട്ട് വന്ന് കൊച്ചിൻ്റെ അച്ഛനെ ഇവിടെ ബ്ലഡ് തള്ളേരെ സ്വഭാവം കൂടെ മാറണ കണ്ടപ്പോൾ ബ്ലഡ് കൊണ്ടുപോകാന്ന് വിളിച്ച് എൻ്റെ മോൻ തലേ ദിവസം തന്നെ ബ്ലഡ് പേപ്പേഴ്സ് മൊത്തം ഞങ്ങളുടെ ചോദിക്കണ്. പിന്നെ എൻ്റെ മോൻ ആ ബ്ലഡ് കൊണ്ടുവന്ന് വച്ചിരുന്ന അമ്മ ഓടിപ്പോയി ചെന്ന് പിന്നെ ബ്ലഡ് വാങ്ങിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സിസ്റ്റർ ഓടിക്കൊണ്ടുവന്ന് വാങ്ങിച്ചുകൊണ്ട് പോണ്. തള്ളേരെ മരണവും കൂടെ എത്തിയെന്ന് അറിഞ്ഞപ്പോഴാണ് അവർ ഈ ബഹളം കാണിച്ചത്. കുഞ്ഞിന്റെ മരണത്തിൽ ഡോക്ടർക്കെതിരായ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം. 11 മണിക്കൂറാണ് ആശുപത്രിയിൽ ചികിത്സ വൈകിപ്പിച്ചതെന്നും ആരോപണമുണ്ട്. അതേസമയം പ്രതിഷേധത്തിനിടയിൽ സൂപ്രണ്ടിനെ അകാരണമായി മർദ്ദിച്ചെന്നും പ്രാഥമിക അന്വേഷണം നടത്താതെ ഡോക്ടറെ സസ്പെൻഡ് ചെയ്തെന്നും ചൂണ്ടിക്കാട്ടി സർക്കാർ ഡോക്ടേഴ്സിന്റെ സംഘടന ആശുപത്രി പ്രവർത്തനങ്ങൾ ബഹിഷ്കരിച്ച് സമരം നടത്തി. കാഷ്വാലിറ്റി ഒഴികെ OP പ്രവർത്തനങ്ങളും നിർത്തിവെച്ചാണ് പ്രതിഷേധം. 10,000-ത്തിലൊരു കൈപ്പിടമാണ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുന്നത്. പക്ഷെ അതിന്റെ പേരിൽ ആശുപത്രിയെ തകർക്കുന്ന നീക്കങ്ങൾക്കെതിരെയാണ് ജീവനക്കാർ ഈ സമരം നടത്തുന്നത്. നാളത്തെ യോഗത്തിന് ശേഷം ജില്ലാതലത്തിലേക്ക് സമരം വ്യാപിപ്പിക്കാനും തീരുമാനമുണ്ട്. ചികിത്സാ പിഴവ് ആരോപണത്തിൽ വിദഗ്ധ സംഘത്തിന്റെ അന്വേഷണവും തുടരുകയാണ്. 24 തിരുവനന്തപുരം. ഇതോടെ ലേറ്റ് എഡിഷൻ പൂർത്തിയാവുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.